കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്ന് ഇന്ധനം ചോർന്ന സ്ഥലം ADM പരിശോധിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് ഇന്ധനം ചോർന്നതായി കണ്ടെത്തിയത്. ADM അനിതാകുമാരി മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധികളുടെ പ്രതികരണമാണ് എന്നാണ് മനസ്സിലാക്കുന്നതിലേക്ക്. നോർമലി ഈ സാധനം ലീക്ക് ആയി കഴിഞ്ഞാൽ ഓപ്പൺ മാൻഹോൾ വഴിയാണോ പോവുക, അതോ പകരം സംവിധാനം ഇതിനായിട്ട് ഒരുക്കിയിട്ടില്ലേ എന്നുള്ളതാണ്. അതെ, ശരിക്കും അത് ഞാൻ പറഞ്ഞില്ലേ, അതെന്ന് പറയുന്നത് കമ്പൈൻഡ് ഇൻസ്പെക്ഷനിൽ തീരുമാനിക്കും. എൻ്റെ കൂടെ ഒരു ഫാക്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒരുമിച്ച് സംയുക്ത പരിശോധന നടത്തി അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടോ, ഡ്രെയിനേജ് ഉണ്ടോ, ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഈ സംവിധാനം പുറത്തേക്ക് വരില്ലാണോ നോർമലി പ്രൊസീജിയർ, അതല്ല ഇതിനുള്ളിൽ തന്നെ അതിന് മറ്റു സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. അത് ഇവിടെ പുതിയതായിട്ട് ഒരു ഫെസിലിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോംസ് അനുസരിച്ചിട്ട് ഒരു ഓയിൽ സെപ്പറേറ്റർ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബക്കറ്റ് ടൈപ്പ് ഒരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഓവർഫ്ലോ ചെയ്തെന്നുള്ളത് ചെക്ക് ചെയ്യും. PCB ചെക്ക് ചെയ്യും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെക്ക് ചെയ്യും. നാളെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് കളക്ടറുമായി സംസാരിച്ച ശേഷം റിപ്പോർട്ട് ചെയ്യും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്രോളിയം പ്രോഡക്റ്റ് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏത് റേഞ്ചിലുള്ള സോഴ്സസ്, ഇഗ്നിഷൻ സോഴ്സസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം അത് കമ്പനി തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടപടികൾ എടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടിയന്തര നടപടിയെടുക്കാൻ സ്ഥലം MLA കൂടിയായ മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പെട്രോളിയം ടാങ്കിൽ നിന്നും ഡീസൽ ചോർന്നു പോകുന്നതായിട്ടാണ് വിവരം ലഭിച്ചത്. അത് വലിയ തോതിലാണുള്ളത്. ജനങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമായി അത് മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പം സംഭവ സ്ഥലത്ത് തഹസിൽദാരും ADM എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇനി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച ഒരു വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ തൽക്കാലം പരിഹരിച്ചാലും ശാശ്വതമായി അതിനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് അടിയന്തരമായി പരിശോധിക്കേണ്ട പ്രശ്നം. അത് പരിശോധിച്ച് ആവശ്യമായ നടപടികളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്.